LDF വലിയ രീതിയിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിലേക്ക് നമുക്ക് വരാം. ഇരവിപുരം. എം നൌഷാദ് ഇത് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. നൌഷാദിന്റെ സ്കോർ എത്ര? 72.67. നല്ല സ്കോറാണ്. വളരെ മികച്ച സ്കോറാണ്. 72ലേക്ക് എത്തിയ MLA-മാരൊക്കെ അത്യാവശ്യം മണ്ഡലം ശ്രദ്ധിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും അവർക്ക് വളരെ ലൈവായിട്ട് നിൽക്കുന്നത് 70 എബോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല MLA ആണ്. സംസ്ഥാന തലത്തിൽ 26ാമത്തെ റാങ്ക് എം നൌഷാദിനുണ്ട്. അതായത് ഇരവിപുരത്ത് നൌഷാദ് അടക്കമുള്ള സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. അതെ, ഇപ്പൊ നേരത്തെ തന്നെ ഈ കാര്യത്തിലുള്ള തീരുമാനം വന്നു കഴിഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവേ നടത്തുമ്പോൾ കൊല്ലത്ത് ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കൊല്ലം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് അപ്പൊ അതിന്റെ ഒരു ഷോക്കിൽ വോട്ടേഴ്സ് അവിടെ നിൽക്കുക. എന്നാൽ കൊല്ലം നഷ്ടപ്പെട്ടു പോയപ്പോഴും കൊല്ലത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയ മാറ്റം തദ്ദേശത്തിൽ വളരെ പ്രകടമായപ്പോഴും നൌഷാദ് പ്രതിനിധീകരിക്കുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ഭൂരിഭാഗം ഡിവിഷനുകളിൽ പരാജയപ്പെട്ടപ്പോഴും നൌഷാദ് ഈ മാർഗ് വാങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ മികച്ച ഇത് വേറെ വളരെ മികച്ച പ്രവർത്തനം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വേറെ, നൌഷാദിനോടുള്ള ജനങ്ങളുടെ താല്പര്യം. കോർപ്പറേഷൻ ഡിവിഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രസന്ന എണസ് എന്ന് പറഞ്ഞ അവിടുത്തെ മേയറിന്റെ വാർഡുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പൊ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ട്രെൻഡ് അല്ല ഇവിടെ. ഇരവിപുരത്തെ ട്രെൻഡ് ലോക്കൽ ബോഡി ഇലക്ഷന്റെ ട്രെൻഡ് അല്ല. അപ്പൊ 72.67 മികച്ച സ്കോറാണ്. ഇനി ഇത് തന്നെയാണോ സംഭവിക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ? എന്താണ് ഇരവിപുരത്തിന്റെ മനസ്സിൽ? നോക്കാം നമുക്ക്. അവിടെ ഇരവിപുരത്ത് LDF തന്നെ 48.26, UDF 40.80, BJP 19.94 ഉള്ളൂ. LDF-നെ സംബന്ധിച്ച് 7.46 മേൽക്കൈ. ഒരു മണ്ഡലം നിലനിർത്താനുള്ള സാഹചര്യം തന്നെ ഇരവിപുരം LDF നിലനിർത്തുന്നു, കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഈ മാനദണ്ഡം മാറ്റിവെച്ച് നൌഷാദിനെ വീണ്ടും ഇരവിപുരത്ത് മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.